ഇന്ന് ഞാനും അച്ഛനും അമ്മയും കൂടിയും അച്ഛൻ്റെ അമ്മേൻ്റെ തറവാട്ടിൽ പോവാണ്. കുറേ ആയി അങ്ങോട്ട് പോയിട്ട്. നമ്മളല്ലെങ്കിൽ എപ്പോഴും കൊല്ലത്തിലൊരിക്കൽ പോവും. അപ്പം അങ്ങനെ പോവാണ്. നമ്മൾ പോവാണ്. അച്ഛൻ എന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മേൻ്റെ തറവാടല്ല, അച്ഛമ്മേൻ്റെ തറവാടെന്ന് പറയുന്നുണ്ട്. ഒളവന്നെയാണ്. യെസ്, നമുക്ക് പോവാം. അവിടെ പഴയ വീടാം. അച്ഛൻ എത്ര കൊല്ലമായി വീട്? 100 വർഷത്തിൽ മേലായ വീടാണ്. അപ്പം അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം കാണിച്ചു തരാം. കുറച്ചൊക്കെ ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ടല്ലേ, പുതിയതാക്കിയിട്ടില്ലേ? ഉണ്ട്. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പുതിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞാനും അച്ഛനും കൂടി ആയിരിക്കും അവിടെ ടൂർ ചെയ്യാം, ഹോം ടൂർ. എക്സൈറ്റഡ്. ഹലോ ഇരുപത്തഞ്ച് ഒരു ഉമ്മ കൊടുക്കി. അല്ല, മാമ കൊടുക്കി. മാമ മാമ അമ്മായിക്ക് നാണായി. അതാ ചിരിക്കുന്നതാ. ഇങ്ങരേച്ചിനാടെ പോയി ഞാനും അന്വേഷിച്ചും കൂടെ വൈകുന്നേരം പിന്നെ പോരുമ്പോൾ മൊബൈലൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഇങ്ങരേച്ചി വന്നിട്ട് ഒക്കെ ഒരു ഉമ്മ കൊടുത്ത് ഇത് വെക്കാൻ അത്തൊത്തിരിക്കും. ഓരോരു ഷോപ്പ് കൂടെ നടത്തുന്നുണ്ടോ മുകളില്? ഇവിടുത്തെ ഒരാള് ഒരു കച്ചവടം നടത്തുന്നുണ്ട്, അതല്ലേ? നോക്കണമില്ല. ഞങ്ങള് കോഴീനെ കാണാൻ പോണേ. കോഴീനെ കാണാൻ പോട്ടെ. കടിക്കൂട്ടോ. ഹായ് പറ. ആരാ ഗുഡ് വെച്ച ഹായ് തരും? ഗുഡ് ആരാ? ശിവ ഹായ് പറയിപ്പോ. ഹായ് പറ ശിവ. ഹായ് പറയടാ. ചിരിക്കാ, ഫോട്ടോ എടുക്കുന്നതാ. ചിരിച്ചെടുത്തേക്ക്. ഒരു മോന് അതാ പറഞ്ഞത്, ഗുഡ് ബോയ് ആണെന്നാ പറഞ്ഞത്. വാ, ഓളെ ബാക്കിൽ വെച്ചെടുക്ക. ബിരിയാണി കഴിച്ചോക്ക്. വെല്ലിച്ചനെ വിളിക്കുക. ഇതാരാപ്പോ? വെല്ലിച്ചനോട് പോയി കാറ് നന്നൊക്കെ പോയി. വെല്ലിച്ചന്റെ കാറ് എന്നും കേടാ. എവിടെ ശിവ? എവിടെ പോയത്? എവിടെ പോയത് ശിവ? എവിടെ പോയത് ശിവ? പറഞ്ഞെടുക്ക്. എന്തോ പറഞ്ഞ് വർഷോപ്പിലും പറയൂ. അതെ, അതാ മുറഞ്ഞു നിൽക്കുന്നുണ്ടോ? ഇതിപ്പോഴും ഇവിടുത്തെയാ വയല്? വയലൊന്നും ഇപ്പൊ ഇവിടുത്തെ പണ്ട് എത്ര ഉണ്ടായിരുന്നു? അത് ഫുള്ളും നിങ്ങളതല്ലായിരുന്നോ? ഇവരെ തറവാടിൻ്റെതാണ് എന്നുള്ളത് മാത്രമാണ്. മാമിയിൽ തറവാടിന്റെ വയലുകളായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതിനിടയിൽ കൂടെ ഇപ്പം ഒരു റോഡ് വന്നു, സലാക്യൂർ ചെയ്തിട്ട് അപ്പുറം ഒരു വലിയൊരു വീടുണ്ട്. തന്നെ പണ്ട് ഇവിടെ ആല ഉണ്ടായിരുന്നു. ഇവിടെ പണ്ട് ഇതിനേക്കാൾ നീളമുള്ളൊരു ആല ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള ആലയായിരുന്നു. ഇതിപ്പോ പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കിയല്ലേ, പൊളിച്ചിട്ട് ഒന്നും കൂടി ഉണ്ടാക്കി. ഇതാണ് പനയോലേനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആലയായിരുന്നു. കേറി വന്നാൽ ഇവിടെ ഒരു മാവില്ലേ? മാവ് വെട്ടി ഇല്ലല്ലോ, ചെറുതാക്കിയതാ. അവിടെ ഒരു നാട്ടുമാങ്ങ ഉണ്ടായിരുന്നു, മാവ്. എവിടെ? അവിടെ ഉണ്ട്. ഇനി നമുക്ക് ആല കാണാം. ആല ആല പശുവാണ്. ഇതിന് നമ്പർ ഇട്ടുണ്ടല്ലോ അല്ലേ?
620595. പ്രസവിച്ച ഇതാണല്ലേ? ഉള്ളിലൊന്നുണ്ട്. ഇവർ രണ്ടാളും ട്വിൻസാ. അല്ലേ? എവിടെ? അതാ ഇത് രണ്ടുമാണ് ട്വിൻസ്. തലേന്റെ പേര് എന്തുണ്ടല്ലോ? കളറ് അല്ലല്ല, വേറെ എന്ത് കളറല്ല, മുറിവ്. 1 2 3 5 പശുവാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവിടെ കോഴിയും ഉണ്ട്. കോഴിക്കൂട്, വൈക്കോൽ, പണ്ടത്തെ കിണർ. ബാത്റൂമിൻ്റെ അകത്തുനിന്ന് എന്താക്കാം? ബാത്റൂമിൻ്റെ അകത്തുനിന്ന് എന്താ? വെള്ളം മുക്കാം. അതന്നെ. പിന്നെ അവിടെ വിറകുവര. അച്ഛാ ഇതിന്റെ പേര് എന്താണ്? ഉരുളിയല്ലേ? ഒരല്. ആ അമ്മച്ചന് അച്ഛന്റെ ബർത്ത്ഡേ ആണ് മോള്. ഹാപ്പി ബർത്ത്ഡേ അച്ഛ. പിടിക്കണേ മോളെ. ഒന്ന് ഒരു കഷ്ടം എടുത്തോളി, ഒരു മണിയണ്ട പൊടിക്ക്. അതിന് ദേശം അമ്മായി കൊടുക്കി. അമ്മായി കൊടുക്കി. വായിൽ വെച്ചോടിക്ക്. അതിന് വായിൽ മണിയണ്ട പൊടിക്കുക. മാമ അമ്മായിക്ക്. മണിയണ്ട പൊടിക്കുന്ന കഷ്ടം മാമ അമ്മായിക്ക് കൊടുത്തില്ല. കൊടുക്കുമ്പോ ഒരു ഉമ്മയും കൊടുക്കണേ. വന്നപ്പോ തൊട്ട് ഉമ്മ ഒന്ന് കൊടുക്ക്. ഒരു സ്നേഹപ്രകടനം. കവർ എടുക്കുകയായിരുന്നു ഞാനിങ്ങനെ ആലോചിച്ചിരുന്നത്. ആ കേക്ക് മുഴുവൻ മോനെ എടുത്തില്ലല്ലോ. ഏകദേശം 10-60 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെയല്ലേ. അപ്പോൾ റോട്ടുമ്പത്തെ സീനൊക്കെ അവിടെ നിന്ന് എടുക്കും. മോഹൻലാലൊക്കെ വിശ്രമിക്കാൻ അവിടെ സിനിമക്കാര് വലിയ പഴംപൊരിയൊക്കെ കൊണ്ടുവരില്ലേ? വേണ്ട അലീഷ. ഒരു ഭക്ഷണം നല്ല അടിപൊളിയാന്ന് പറയാം സിനിമ സെറ്റില്. ഓഫാക്കുന്ന ഞങ്ങൾ വർത്താനം പറയത്തില്ല. ഓഫാക്ക അലീഷ. ഓഫാണ് കേട്ടോ. ഇതെന്താ ടൈല്? കാവ്യോ? കളറാ? അപ്പൊ ഇത് ടൈലല്ല, സിമെന്റ് മറ്റേ സാധനം. എന്നിട്ട് വരട്ടതോ? ഇവിടെ അടുത്ത സൈക്കിള് എന്നിട്ട് ഓടിക്കോ? വെറുതെ. അച്ഛന്റെ ഓർമ്മകളിൽ അയവർക്കാണെങ്കിൽ എത്ര വർഷം പിറകോട്ട് പോണം? അച്ഛന് എത്ര വയസ്സായി? അച്ഛനിപ്പോ 58 വയസ്സായി. അതിനനുസരിച്ച് പോയാ മതി. 52 വർഷം പിറകോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഓർമ്മകൾ. അച്ഛമ്മയും അച്ഛനും കൂടെ ഇങ്ങോട്ട് വരും സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനായിട്ട്. ആരച്ഛൻ? അച്ഛൻ. അച്ഛനും അച്ഛന്റെ അമ്മയും ഇവിടെ ഇങ്ങോട്ട് വരും താമസിക്കാനായിട്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഇവിടുന്ന് ഇതുവരെ നീളത്തിലാണ് ആലയുള്ളത്, തൊഴുത്തുള്ളത്. എല്ലാത്തിലും പശുക്കളുണ്ട്. ഇതേപോലെ ചെറിയ ആലയല്ല, നിറയെ ഇതുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് കൊയ്ത്ത് കഴിഞ്ഞാൽ നെല്ല്, അന്ന് ചാണകം മെഴുകിയിട്ടുള്ള മുറ്റായിരുന്നു. കംപ്ലീറ്റ് ചാണകം മെഴുകിയിട്ടുള്ള മുറ്റും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് എന്താണ് നെല്ലൊക്കെ മെതിക്കലും അളന്ന് കൊടുക്കലും ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ ഇവിടെ വെച്ചിട്ടായിരുന്നു. കുറേ പണിക്കാരുണ്ടാവും. ഇവിടെ ഏതൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? ഇവിടെ തറവാട്ടമ്മ ഈ വയലിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ മറ്റേ മമ്മൂട്ടിയുടെ സിനിമ ബാവുക്കയുടെ നാമത്തിലാണ്. മമ്മൂട്ടിയുടെ. പിന്നെ വേറെ സിനിമയാ? തറവാട്ടമ്മ. രണ്ടെണ്ണേ ഉള്ളൂ സിനിമ. തറവാട്ടമുണ്ട് ഇവിടെ. അത് അടർവാസി ഇവിടെ ചെറിയ കിടന്ന് ഉരുളുന്ന കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു. ഞാനൊന്നും അന്നില്ല, ജനിച്ചിട്ടില്ല.
മുറപ്പെണ്ണല്ലേ? മുറപ്പെണ്ണ്. ആ, മുറപ്പെണ്ണാണ്. റാം നസീർ, ഉമ്മർ ഒക്കെ അഭിനയിച്ചിട്ടില്ല. വേറെ സിനിമ കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. വേറെ ഏത് സിനിമയാ? വേറെ ഏത് സിനിമയാ? ബാവുട്ടിയുടെ നാമത്തിൽ മമ്മൂട്ടിയുടെ എന്നിട്ട് അമ്മായി മമ്മൂട്ടീനെ കണ്ടില്ലേ? ഇന്നാള് വന്നല്ലോ സീരിയലാണോന്ന് സംശയമുണ്ട്. എടുത്തു പോയി ഒരു ആല് പശുവിനെ പുല്ലും കെട്ട് തലയിൽ ചേരുന്നതും ഒക്കെ ഒരയാള്, പ്രായമായിട്ടൊരയാള്. അയാള് പശുവിന് പുല്ലും കെട്ട് അയാള് കൊണ്ടുവച്ച പുല്ലുണ്ട്, അത് തലയിൽ വെച്ച് ആലിനെടുത്ത് കൊണ്ടിട്ട് അരിയാളെടുത്ത് അവിടെ വെച്ച് അതൊക്കെ അങ്ങനെ കുറെ പ്രാവശ്യം എടുത്തു വരും. പിന്നെ ഒരു കൊരായി അന്ന് സീരിയലിന് എടുക്കാൻ തിരുവനന്തപുരത്ത് നിന്നാ വന്നത്. 10 ആളുണ്ടായിരുന്നു. ഒരു പെണ്ണുണ്ട്, പിന്നെ ഒരു കുട്ടിയുണ്ട്. കുട്ടി മരാപ്പറമ്പുള്ളതാണ്. ആരും ഒരു കുട്ടീനെ വേണ്ടിയിട്ട് കുട്ടീനെ കൊണ്ടുപോകും. ഔട്ട് ഔട്ട്, പുറത്ത്. ഏട്ടാ പോലെ പറ. ഏട്ടൻ പോകൂല നമ്മളെ, പോകൂല കേട്ടോ. ഏട്ടൻ കാറിൽ ഇരിക്കുക. അയ്യോ ഏട്ടാ പോവല്ലേ, അയ്യോ ഏട്ടാ പോവല്ലേ. അയ്യോ അച്ഛാ പോകല്ലേ. ഇന്ന് രാവിലെ രോഷി പറഞ്ഞു, അയ്യോ അച്ഛാ പോകല്ലേ. ആണ് അമ്മച്ചനും അമ്മമ്മയും ജാനകിയും വേലായുധനും. ഓ, ഞാൻ എപ്പോഴാ പേരറിയുന്നത്. ഇതെപ്പോ വെച്ചതോ? നെല്ല് പണ്ടത്തെ ഫ്രഷാ? ഇത് എവിടുന്നാ? ഏതാണ് ഇത്? കൊട്ടിയൂരിന്ന് കൊണ്ടുവരുന്ന സാധനം. അത് കൊട്ടിയൂര് പോയിട്ട് ഓരോ വർഷം പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നത്. ഈ ടൈൽ ഏതാ? ഇത് ഫറോക്ക് ടൈൽസ് ഒരു 10-100 വർഷം ആയി. എന്തായാലും 100 1925 ഇത് വല്യമ്മാമൻ, രവീന്ദ്ര മാമൻ, ദിവ്യമ്മ, ജയമ്മായി, ഷൈജേച്ചി, സുജൻ, സുരമ്മോനും സത്യമ്മായി. ഇതിപ്പോ അവിടെ കണ്ടില്ലേ, അവരാണ് രത്നാരമ്മ അമ്മായി. ഹരിയമ്മാമനും ലതമ്മായും. ഇത് അമ്മന്റെ അനിയത്തി വലിയടയമ്മയും വിജയേട്ടനും. ഇത് സ്വാമിമാരെ ഫോട്ടോ. ഇത് രത്നാരമ്മോനും ഫ്രണ്ടും. ഇത് ആ ഏട്ടൻ, മൂത്ത ആളും ചെറിയ ആളും. ഇത് വിഷ്ണുവേട്ടൻ കണ്ട? വിഷ്ണുവേട്ടൻ ഉണ്ണിയേട്ടനില്ലല്ലോ ഇതില്. ആ ഉണ്ണിയുണ്ട്. ഫസ്റ്റത്തെ മുറി. ഇത് ഏത് മുറിയാ? ഇത് വടക്കേ ആകും, വടക്കേ മുറി. ഇതാണ് ഞാൻ ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വീണത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും ഓർമ്മയില്ല. വീണ് കരഞ്ഞാണ്ട് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ടൈൽസ് ഡോറൊക്കെ കണ്ടില്ല, നല്ല പഴയതാണെങ്കിലും നല്ല ഗ്യാപ്പുണ്ട്. എയറൊക്കെ നല്ല കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള വിൻഡോസ് ഒക്കെ തന്നെ. ഇവിടെയൊക്കെ കുന്നായിരുന്നു പണ്ട്. അങ്ങോട്ട് ഇവിടുന്നേ ഉയരണ്ടായിരുന്നു. ഇപ്പം കുറച്ച് മണ്ണൊക്കെ എടുത്ത് താഴ്ച ആക്കിയിട്ടുണ്ട്. പണ്ട് ഇവിടെ തന്നെ ഉയർന്ന് കിടക്കുകയായിരുന്നു. മുറി പോലെ നടുക്കത്തെ ഇത് മേലോട്ട് പോണ വഴിയാണ്. ഇനി നമുക്ക് നടുക്ക മുറിയിലോട്ട് പോവാം. ദിസ് ഇസ് നടുക്ക മുറി. ഇതിനെന്താ പറയാ? നടുമുറി. ഇത് നല്ല രീതിയുള്ളൊരു ഇവിടെയായിരുന്നു അമ്മച്ചന്റെ കട്ടിലാണ്. ഏത്? ഇത് അമ്മച്ചന്റെ കട്ടില, നല്ല ഉയരമുള്ളൊരു കട്ടില. അമ്മച്ചൻ ഇത് മോള സാധനങ്ങൾ. ഇത് തെക്കേ അകത്തല്. ഇവിടെ ഇതേപോലെ തന്നെ അമ്മൂമ്മന്റെ ഒരു അൾമാരുണ്ടായിരുന്നു. അതിലായിരുന്നു എല്ലാ സാധനങ്ങളും വെക്കാം. ഈ ഡ്രസ്സൊന്നുമല്ല, വീട്ടിലെ എല്ലാ സാധനങ്ങളും
ഉണ്ടാവുമായിരുന്നു. പ്ലേറ്റുകള് ഒക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. ഇതിന്റെ പാക്കൊക്കെ കണ്ടില്ലേ മുകളില് പാക്ക്, അത് നല്ല പാക്ക്. സീലിങ് ഒക്കെ മരമാണ്. കംപ്ലീറ്റ് മരം. മരം തന്നെ മതി നമുക്ക് ഒരുപാട് വാതിലൊക്കെ ഉണ്ടാക്കാൻ. ഇനി ഇതാണ് അടുക്കള. ഇത് ഡൈനിങ് ഹാൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലായിരുന്നു, മൊത്തത്തിലുള്ളതായിരുന്നു. ഇപ്പൊ അവിടെ ബാത്റൂം ഉണ്ടാക്കിയില്ലേ? ഇവിടുന്നൊക്കെ അങ്ങനെ എല്ലാവർക്കും പണിക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ. ഇതല്ലേ നെല്ല് വെക്കുന്ന സ്ഥലം? ഇവിടെ വേറെ പഴയ പാത്രങ്ങളും കോഴീനാണ് പോറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കോഴി ഉണ്ട്. കോഴി പണ്ട് ഞാനും ഏട്ടനും ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഇത് രണ്ടുമാണ് ബാത്റൂം. ഈ അടുക്കളയൊക്കെ അന്നും ഇതേപോലെ തന്നെ ആണ്. ഇത്രയും വലുപ്പമുണ്ട്. പക്ഷെ ഇവിടെ അടുപ്പാണ്. താഴെ ആയിരുന്നു ഇങ്ങനെ കെട്ടിട്ട് വിറക് കത്തിക്കുന്ന അടുപ്പായിരുന്നു. ഇതൊക്കെ ഇപ്പോഴും വിറക് കത്തിക്കുന്ന അടുപ്പ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇതേപോലത്തെ ഇതൊന്നുമില്ല, കോൺക്രീറ്റ് അല്ലായിരുന്നു. അമ്മമ്മ ഇവിടെ നിന്നിട്ട് എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്. ഇത് നിറയെ വിറകുണ്ടാവും. യെസ്. പിന്നെ ഈ അലമാരിയായിരുന്നു അവിടെ ആ റൂമിലുണ്ടായിരുന്നു. ഈ അലമാരി ഇതിനൊക്കെ ഒരുപാട് പഴക്കമുള്ള അലമാരിയാണ് കേട്ടോ. ഇതേപോലെ സാധനങ്ങൾ വെക്കുന്ന ബാത്റൂം. ഇത് ബാത്റൂം. ഇതിന്നാണ് കണക്ഷൻ ഉള്ളത് അങ്ങോട്ടേക്ക് പുറത്തോട്ട്. ഇത് അന്ന് ഇവിടെ ഇങ്ങനെയല്ല ഉണ്ടാവുക. മരത്തിന്റെ കപ്പി. ഇത് കണ്ടോ? ഈ കപ്പിയല്ല, മരത്തിന്റെ ഇതായിരുന്നു ഉണ്ടായിരുന്നു കപ്പിയായിരുന്നു. അതിന്റെ മേലെ ഇതാക്കിയിട്ടാണ് നമ്മൾ വെള്ളം മുക്കുക. പിന്നെ അവിടെയുള്ള ആർക്കും വെള്ളവും തെങ്ങൊന്നും ഇല്ലായിരുന്നു, അല്ല കിണറൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ടാണ് വെള്ളം കൊണ്ടുപോവുക എല്ലാ ടീമും. ഈ കിണറൊന്നും ഒരിക്കലും പറ്റുന്ന കിണറല്ല. ഇത് പുറത്തേക്കുള്ള. ഇവിടെയാണ് കോഴി. പണ്ട് കോഴിയും പശു അല്ലേ, വേറൊന്നുമില്ലല്ലോ. കോഴി, പശു, അപ്പുറത്ത് മയില്, ആന. മയിലിനെ വളർത്താനോ? ഞാൻ ഉള്ളപ്പോ ടർക്കി കോഴി അല്ലാണ്ടായിരുന്നു. താറാവ്, ടർക്കി കോഴി. ഇവിടുന്ന് നേരെ ഇപ്പുറത്തേക്ക് ഒരു ഡോറുണ്ട് പുറത്തേക്ക്. അവിടെ ഇവിടെ അടഞ്ഞടക്കുന്നുണ്ടോ? എന്ത് ലോക്ക് ഇങ്ങനെയാന്ന് അച്ഛന് ഓർമ്മയില്ല. ഫ്രഷ് ആട്ടോ, പുതിയതാ പൂജാമുറി. ഈ സാധനം ഇവിടെ പത്തായായിരുന്നു പണ്ട്. എവിടെ പത്തായ വെച്ചോ? നെല്ല് സൂക്ഷിക്കാൻ വേണ്ടിട്ട് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് ഉണ്ടാവുമല്ലോ, നെല്ല് അതിൽ പത്തായ അവിടെ ഫ്രണ്ടില് പോകുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. മണിച്ചിത്രത്താഴ് പോലെ ഈ സാധനം ഇപ്പോഴിളകുന്നവരുണ്ട്, ഇളകുന്നുണ്ട്. ഇതൊന്നും ഇളക്കി കളിക്കുന്നു. ഇവിടെയും ചെതലുള്ളതല്ലേ? മരം ചെതലില്ല, ഉറക്കുത്തി പോകണം. സെക്കൻഡ് ബർത്തിലേക്ക് എത്തിച്ചായിരിക്കും അല്ലേ? നടുക്കത്തെ മേലത്തെ മുറി. പിന്നെ ഇതൊരു റൂമ്. ഞാൻ വരുമ്പോൾ ഇവിടെയും കിടക്കാറുണ്ട്, അറ്റത്തും കിടക്കാറുണ്ടായിരുന്നു. ഞാൻ മിക്കവാറും എല്ലാ സ്ഥലത്തും കിടന്നിട്ടുണ്ട്. ഓ, ഇതിപ്പോൾ സ്റ്റോർ റൂം ആക്കി. കുറേ സ്റ്റോർ റൂം വരെ ഉണ്ടല്ലോ ഇപ്പോൾ. ഇതാണ് ഇനി ഏറ്റവും ലാസ്റ്റത്തെ. ഇതിനെന്താ പറയാ? സെക്കൻഡ് ഫ്ലോർ. ഇവിടെ നമ്മൾ പണ്ട് പോവാറില്ലായിരുന്നു പേടിച്ചിട്ട്. ആള് ഈ കുടത്തിന്റെ അകത്ത് ആളെ ഇട്ട് വെക്കൊന്നും അറിയില്ലേ? മരിച്ചിട്ടോ? അതെ, അത് ഇവിടെ അടക്കൊക്കെ ഇതാക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്നു.
അതാ ഈ സാധനമാണ് കിണറുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് മരത്തിന്റെ ഇതോ ആ കപ്പി കണ്ടില്ലേ അതാണ് അവിടെ ഉള്ളത് ആ 2 എണ്ണം കണ്ടില്ലേ ആ കപ്പി ഫുൾ പൊടിയാണ്. അതുകൊണ്ട് അധികം കൊണ്ടുവരും. നമുക്ക് രണ്ടാക്കും അലർജി ഉള്ളതുകൊണ്ട് അധികം പോകാൻ പറ്റില്ല. ഇതെന്ത് എന്താ എന്തോ അപ്പി അറിയില്ല. എവിടെ ഇതിന്റെ മേലെ അത് മെരുണ്ടാവും. മെരുവോ? അതെങ്ങനെ കേറുക? ഗ്യാപ്പ് കൂടിയോ? മുകളിലൂടെ ഇങ്ങനെ ഇതല്ലേ. അപ്പൊ ഇവിടെ ഓട്ടോ ഗ്ലാസ് ഇട്ടുണ്ടല്ലേ. ഇതൊക്കെയായിരുന്നു. ആപ്പിളാണോ നോക്കിയ അതിന്റെ പേരെന്താ വേണ്ട അതാ ഒരു ചുവന്നത്. അതെന്താ പാഷൻ ഫ്രൂട്ടോ? പാഷൻ ഫ്രൂട്ട് ആയിരിക്കും അല്ലേ? അതാ മറ്റേ ആപ്പിൾ പോലെ തോന്നിയാണ്. പാഷൻ ആപ്പിളിന്റെ മരം താഴെ. ഇത് ആൾക്കാര് ഇത് ഈ അടുത്ത് വെച്ചതല്ലേ ഇത്? ഈ ഗേറ്റ് കുറച്ചായിട്ടുണ്ടോ? 10 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ? അങ്ങോട്ട് നോക്കി. പണ്ടത്തെ സ്വിച്ച്. ഞാൻ വീട് വെക്കാണ്. അച്ഛൻ എനിക്ക് ഇങ്ങനത്തെ വേണേ. ആന്റിക് ഷോപ്പിൽ ഉണ്ടാവില്ലേ? എന്റെ വീട് ഞാനൊരു മ്യൂസിയം ആക്കും. അമ്മ എന്താ എനിക്ക് മേടിച്ചു തരാ? ഞാൻ 2 ചവിട്ടും 2 കൊത്തും. ഓ ലവ്. അതാ കുത്തി 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 കുത്തി. അമ്മൻ ഇല്ല. ഇതാ ഫോൺ ഉണ്ടല്ലോ ഇവിടെ. കാണാനൊരു ഫോണുണ്ട്. BSNL കണക്റ്റിംഗ് ഇന്ത്യ. അച്ഛാ BSNL കണക്റ്റിംഗ് ഇന്ത്യ. അച്ഛൻ ഓഫീസറായിരുന്നേ. ഞങ്ങൾ BSNLന്റെ കഞ്ഞി ആയിരുന്നല്ലേ കുടിച്ചോണ്ടിരുന്നേ. ഇപ്പൊ ചായ കുടിക്കുന്ന BSNL. ശിവ ശിവ എന്താ? അതാണ് പുത്തമ്പടേക്കല്. ഓ വെല്ലിച്ചന്റെ വീട്. അവിടെയാണ് ആനയോ മാന് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പുഴ ഇല്ലേ? അതിന് തൊട്ടപ്പുറത്ത് പുഴയാണ്. പ്രൈവറ്റ് പുഴ. പുഴ പ്രൈവറ്റ് പുഴയൊന്നുമില്ല. പുഴേന്റെ അങ്ങോട്ട് പ്രൈവറ്റ് ഇതില്ലേ? വഴിയൊക്കെ ഇല്ലേ? അത് അവര് അന്നത്തെ കാലത്ത് അവർക്ക് തോണിയില്ലോണ്ട് അവിടെ ഇങ്ങനെ എല്ലാവരും വന്ന് ഇറങ്ങും എന്നുണ്ട്. പുഴ പബ്ലിക് അല്ലേ, പ്രൈവറ്റ് പുഴയില്ല ഉണ്ടാവില്ല. ഓക്കെ മോനൊന്നൊരു മുടുക്ക്. ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വീഴും വീഴും വീഴും. ഹാപ്പി ഹാപ്പിയായി. പക്ഷെ മൂത്രം കിട്ടിയില്ല അല്ലേ? ഒഴിച്ചില്ല. അമ്മ അവിടെ പാട്ട് പാടി നോക്ക്, ചിലപ്പോ ഒഴിച്ചാലോ. എന്താണെന്നറിയോ, എല്ലാരും പറയുന്നത് ഇത് ഗോമൂത്രം ഒഴിച്ചാൽ ചീര പെട്ടെന്ന് വളരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇവിടെ വരെ വരികയല്ലേ, ഞാൻ പ്രിയനെ രാവിലെ വിളിച്ചു. പ്രിയ ഇത് ഇവിടെ ഉണ്ടെന്ന്. ചക്ക പോലത്തെ എന്തോ കറ, ചക്കന്റെ കറയാണ്. ഫ്ലൈങ് കിസ് പൂജി. അതെ കേട്ടോ, ഇങ്ങനൊക്കെ ഒരു ടാറ്റ. ബൈ ബൈ ബൈ.